പക്ഷെ സന്ദീപ് വാര്യർ ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് സമീപകാലത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ്. 2010-ന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ്. അത് തീർച്ചയായിട്ടും ആവേശം കൊള്ളിക്കുന്നുണ്ട് UDF-ന്റെ അണികളെ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ വോട്ടിംഗ് പെർസെൻറ്റേജ് സമ്പൂർണ്ണമായി വന്നിട്ടില്ല. BJP എന്ന മൂന്നാമത്തെ ഫോഴ്സിന്റെ രംഗപ്രവേശം കൂടി അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, അപ്പോൾ പല ജില്ലകളിലും LDF അതിന്റെ ബേസ് സംരക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ നിശ്ചയമായി മുമ്പിലാണ്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കേക്ക് വാക്ക് ആയിരിക്കുമെന്ന് ഈ ഡേറ്റ വെച്ച് പറയാൻ കഴിയുമോ? സ്റ്റിൽ കടുത്ത മത്സരത്തിനുള്ള സാധ്യതകൾ നമ്മൾ ഈ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഉണ്ട്. അഭിലാഷ്, ആദ്യമായി കേരളത്തിലെമ്പാടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ജനവിധി രേഖപ്പെടുത്താനുള്ള അവകാശം വിനിയോഗിച്ച് UDF-നെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള വിജയം സമ്മാനിച്ച കേരളത്തിലെ പ്രബുദ്ധരായ ജനതയോട് അഗൈതവുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായി കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള കേരളത്തിൻ്റെ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനവിധിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങളെ ഒരു തരത്തിലും മത്തുപിടിപ്പിക്കുകയോ അഹങ്കാരികളാക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് മാറുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഞങ്ങൾ കൂടുതൽ വിനയാനുതരായി കൂടുതൽ ജനങ്ങൾക്കിടയിൽ ശക്തമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ നമുക്കറിയാം. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടുന്ന വിജയം 4 മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കേവലം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അവകാശവാദം മാത്രമല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ജനവിധി ഉണ്ടാകുമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതായിരുന്നല്ലോ അവരുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ അവകാശവാദത്തിനാണ് തകർച്ച സംഭവിച്ചിട്ടുള്ളത്. അവരുടെ അവകാശവാദം തന്നെ ഒരു മാനദണ്ഡമായി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ UDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും എന്ന് ഇടതുപക്ഷത്തിൻ്റെ തന്നെ മാനദണ്ഡപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കേക്ക് വാക്കാണോ അല്ലയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പും തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടാനുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെയും വില കുറച്ച് കാണാനോ അതല്ലെങ്കിൽ അത് അനായാസമായിരിക്കുമെന്ന് പറയാനോ ഞങ്ങൾ ആളല്ല. മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും ഒരു വലിയ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടുണ്ടാകും. ഈ ദിവസങ്ങളിൽ ഇത്രയും ഞങ്ങളുടെ ഈ വിജയത്തിൻ്റെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും UDF-ന്റെ നേതൃത്വത്തിനാണ്. UDF നേതൃത്വം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അത്യുജ്വലമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ AICC-യുടെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, അതുപോലെ തന്നെ ദീപദാസ് മുൻഷിജി അടക്കമുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, അവരുടെ എല്ലാം മാർഗനിർദ്ദേശത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായിട്ടുള്ള വിജയം നേടുന്നതിന് തീർച്ചയായിട്ടും AICC-യുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പിന്തുണ ഘടകമായിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ അത് വാർഡ് തലത്തിൽ നിന്നുള്ള സമിതികളിൽ നിന്ന് ഉയർന്നു വരുന്ന പേരുകളായിരിക്കണം, കൂടുതൽ യുവാക്കൾക്ക് അവസരങ്ങൾ കൊടുക്കണം, അതെല്ലാം അത്തരം നിർദ്ദേശങ്ങളൊക്കെ AICC-യുടെ ഒക്കെ ഭാഗത്തുണ്ടായിരുന്നു. അത് കൃത്യമായി KPCC നടപ്പാക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചരിത്രത്തിൽ ഏറ്റവും കുറവ് വിമതശല്യം ഉണ്ടായിരുന്ന, ഏറ്റവും കുറവ് റിബലുകൾ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു UDF-നെ സംബന്ധിച്ചോളം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എതിർ മുന്നണികളെക്കാൾ മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ കാലേക്കുട്ടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് പോലും UDF-ന് ഒരു വലിയ വിജയമായിരുന്നു. തീർച്ചയായിട്ടും കേരളം അതെല്ലാം ചർച്ച ചെയ്താണ്. ഇപ്പം ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വവും അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ കേരളം അങ്ങനെ ചർച്ച ചെയ്താണ്. അതെല്ലാം UDF-ന്റെ വളരെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. 4 കോർപ്പറേഷനുകൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അത് വളരെ പ്രകടമാണ്, വലുതാണ്. മുനിസിപ്പാലിറ്റികളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ വ്യത്യാസമാണ് കേരളത്തിൻ്റെ മുനിസിപ്പാലിറ്റികളുള്ളത്. ഗ്രാമീണ നഗര മേഖലകൾ വ്യത്യാസമില്ലാതെ സമസ്ത മേഖലകളിലും, അത് തീരദേശമാകട്ടെ ഹൈറേഞ്ച് ആവട്ടെ, സമസ്ത മേഖലകളിലെയും ജനങ്ങൾ UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. മറ്റൊന്ന്, തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണെന്നൊരു നറേറ്റീവ് തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണെന്നൊരു നറേറ്റീവ് BJP-യുടെ ഭാഗത്ത് നിന്ന് വലുതായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പന്തളം മുനിസിപ്പാലിറ്റിയിലെ അടക്കമുള്ള BJP-യുടെ പരാജയം സൂചിപ്പിക്കുന്നത് ആ നറേറ്റീവ് തകർന്നു എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് അകന്നു എന്നൊരു വലിയ ഒരു നറേറ്റീവ് ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള പരിശ്രമം അത് പാഴായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അവിടുത്തെ ജനങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കയ്യബദ്ധം അവർ തിരുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്.
അപ്പം നിങ്ങൾ കണ്ടു തൃശ്ശൂർ കോർപ്പറേഷൻ നഗരമേഖലകളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF കഴിഞ്ഞത് അത് സൂചിപ്പിക്കുന്നത് രാജ്യത്തിന് തന്നെ വലിയൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്. കേരളം പോലൊരു പ്രബുദ്ധ സംസ്ഥാനത്ത് ഒരിക്കൽ പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തിരുത്താൻ തൃശ്ശൂരിലെ ജനങ്ങൾ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനം തയ്യാറായി എന്ന ഒരു വലിയ സന്ദേശം കൂടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്, തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഭാവിയിൽ അത് കേരളത്തിൽ മുഴുവൻ ആവർത്തിക്കുമെന്നാണ് ഞങ്ങൾ ശരി, ഓക്കെ.